ശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു, വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ സ്നേഹമേറിയിടുമൻ രക്ഷകൻ സന്നിധോ ആനന്ദ കൂട്ടരെ കാണുന്നല്ലോ. ാൽ തിങ്ങി ആശ്ചര്യമോടവർ ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുന്നു. തങ്കത്തിരുമുഖം കാൺമാൻ കൊതിച്ചവർ ഉല്ലാസമോടിതാ നോക്കിയിടുന്നു. തന്മക്കളിൻ കണ്ണുനീരെല്ലാം താതൻ താനെന്നേക്കുമായി തുടച്ചീതല്ലോ. പൊൻവീണകൾ ധരിച്ചാമോദപൂർണരായി കർത്താവിനെ സ്തുതി ചെയ്യുന്നവർ കുഞ്ഞാട്ടിൻ്റെ രക്തം തന്നിൽ തങ്ങളങ്കി നന്നായി വെളുപ്പിച്ച കൂട്ടരിവർ പൂർണ്ണ വിശുദ്ധരായി തീർന്നവർ യേശുവിൻ തങ്കരുധീരത്തിൻ ശക്തിയാലേ. കിരീടങ്ങൾ തങ്ങൾ ശിരസിന്മേൽ വെണ്ണീലയങ്കി ധരിച്ചോരിവർ കയ്യിൽ കുരുത്തോല ഏന്തിയിട്ടവർ സ്തുതി പാടിയിട്ടാനന്ദമോടാർത്തിയിടുന്നു.
വേഗം ഞാനും ആ കൂട്ടത്തിൽ ശുദ്ധരോടൊന്നിച്ചങ്ങാനന്ദിപ്പാൻ. ശരീരങ്ങൾ കൈക്കൊണ്ട നല്ലോർമ്മ നിന്റെ ആവർത്തമുദീക്കും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. നല്ല സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 നേരങ്ങളിലോ ദൈവമേ പരിശുദ്ധനാകുന്നു. നമ്മളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ മറിയമേ നിനക്ക് സമാധാനം. ഈ ലോകത്തിൽ നിന്ന് യാത്രയായി നിന്റെ അടുത്ത് വന്നിരിക്കുന്ന സന്യാസിയുടെ ആത്മാക്കൾ അഴിഞ്ഞു പോകാത്ത മണമറിയുന്ന കാരണമയമായവരിൽ സന്തോഷപ്രദമായ വാസസ്ഥലവും നൽകണമേ. അന്ത്യവിചിന്തനത്തിൽ മഹത്വത്തോടെ എഴുന്നള്ളി നീപൂർവം ലോകത്തെ ഞാൻ നയിക്കുകയും ഓരോരുത്തർക്കും അർഹതയനുസരിച്ച് നൽകുകയും ചെയ്യുമ്പോൾ എൻ്റെ വലതു ഭാഗത്തെ കുഞ്ഞാടുകളോടുകൂടെ ചേരുവാനും അവരോടൊന്നിച്ച് നിനക്ക് സ്തുതിയും സ്തോത്രവും പാടുവാനും
ഇവരെ യോഗ്യരാക്കണമേ. ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണം. അതിന്റെ വചനത്തിൽ നീതീകരിക്കപ്പെടുകയും അതിന്റെ ആഗ്രഹങ്ങളെ ജയിക്കുകയും ചെയ്യുവാനായിട്ടേ അനുഭവിച്ചു പാവങ്ങളുടെ മാതാവിനെ അനുഗ്രഹിക്കുകയും ചെയ്യൂ. എല്ലാ നീതിയും നീ ഇഷ്ടപ്പെട്ടു. നിന്റെ ആദ്യത്തെ രഹസ്യങ്ങൾ എന്നെ അറിയിച്ചു. അൻപോടു നിന്നെ നയിച്ചവനാം വിശ്വാസേ സ്തോത്രം ചെയ്യുക. പാപസമുദ്രം താണ്ടിടുവാൻ പരിശുദ്ധിനിലകേകിയവൻ. നിൻ സൽപേരിൽ കർമ്മത്തിൽ നിൻ പ്രിയനേശൻ സംപ്രീതൻ. ത്രിത്വത്തിൻ വൻശക്തിയിൽ നീ ശരണപ്പെട്ടിതവാങ്ങിപ്പോൻ. ജീവൻ മണവാളതീർന്നല്ലോ രാജസുരന്മേ ഉയരത്തിൽ ഉൾപോകി ദർശിച്ചവനെ സ്തോത്രം ചെയ്താമോദിക്കൂ. സ്വപ്നം നിഴലിവയെന്നതുപോൽ ആയുന്നൂഴി ദർശിച്ചു നിരസിച്ചു ലോകാശകളെ സ്നേഹിച്ചു നിശിഹായേ ബാറുമോ നിർമ്മൂലം ആജാമലോലം ഉള്ളീനാമേ. ുള്ളോ
നീന്തി കരകടന്തി അമ്പുകളെ നരമതിനാലെ അടച്ചല്ലോ. ഭൂഗട്ടൻ പ്രാർത്ഥന നിംസവിതേ ഹല്ലേലൂയ ശ്രദ്ധിച്ചിടണമെന്നേ. പ്രിയപ്പെട്ടവനൊപ്പം ഞാൻ ഹല്ലേലൂയ തുണയത്തോനോട് തുല്യതുമാൻ വാഴ്ത്തുമോ. ശുഭോല ഭോല ബ്രോവൽ റോഹോ കാദീശോ നിന്നോരം വാദാമല്ലോരം ഉൽവേനാവേ. പ്രതിനിലയം പോകീരൈവ വൃത്തിയോടെ അനീസില്ല മോദിക്കും അവനെ ഭുജിച്ചോ. എഴുന്നേൽക്കും നാശമതിൽ നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതി എല്ലാ നേരത്തും ഇടപെടാതെ കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. പ്രത്യക്ഷതയിൽ തന്റെ ആത്മാവിനെ അയക്കുകയും തന്റെ വരവിങ്കൽ ഭൂമുഖത്തെ നവീകരിക്കുകയും തന്റെ ശബ്ദത്താൽ മൃതരെ ജീവിപ്പിക്കുകയും തന്റെ കൽപ്പനയാൽ കവറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നവന് സ്തുതി. തിരികിലെ പ്രകാരം താനവരെ മഹത്വവും മരണമില്ലാതെ മണിക്കുകയും ഉന്നത രാജ്യത്തിലേക്ക് തന്റെ ഭക്തരെ ഉയർത്തുകയും യോഗ്യതയേറി തന്റെ മണവറയിലേക്ക് അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു. തന്റെ ശ്രേഷ്ഠതയുടെ പ്രഭ കൊണ്ട് അവരെ ശോഭിപ്പിക്കുകയും തന്റെ മുഖപ്രകാശത്താൽ അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന വിസ്മയ പുനരുദ്ധാരനായ കർത്താവിനെ സ്തുതി. തന്റെ ദാസികളായി സമർപ്പിതരുടെ ശവസംസ്കാര ശുശ്രൂഷകളെ നിർവഹിക്കുന്ന ഈ സമയത്തും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും അങ്ങേക്ക് യോഗ്യനാകുന്നു. സുഗുരുഭൂമിയോമോ സ്വതഹായാലുവൽമീ. ജീവനുള്ളവരുടെ തലവനും മരിച്ചു പോയവരുടെ നാഥനുമാനവരുടെ വിശ്വാസംബരാനെ വിശ്വസിക്കുന്നവരും മരിച്ചാലും ജീവിക്കും, ഞാൻ ഉയർപ്പിക്കും. എന്നിൽ സംഗീതപ്പെടുകയും ശരണം പ്രാപിക്കുകയും ചെയ്യുന്ന ഏതാത്മാവിനെ ഞാൻ പുനരുദ്ധാനവും ജീവനും രക്ഷകനുമാകുമെന്ന് നിർവ്യാജമായി വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവേലുള്ള പ്രത്യാശയോടുകൂടി ഇത് പ്രാപിച്ച് താൽക്കാലികത്തിൽ നിന്നും തിരിഞ്ഞു പോയിരിക്കുന്നു. ഈ സന്യാസിനികളുടെ ആത്മാവിനെ ഇപ്പോൾ കൃപാപൂർവം സ്വീകരിച്ച് വാത്സല്യപൂർവ്വം ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തണമേ. എന്റെ അടുക്കിലേക്ക് വരുന്ന മാർഗത്തിൽ നിങ്ങളുടെ ആത്മാക്കളെ അപഹരിക്കുവാനായി അന്തരീക്ഷത്തിന്റെ ഉടപടികളിൽ പതിയിരിക്കുന്നവരുടെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ നാശത്തിനായി ആഗ്രഹിക്കുന്നവരുടെ ശ്രമങ്ങളിൽ നിന്നും കർത്താവേ സന്യാസിനികളെ സംരക്ഷിച്ചുകൊള്ളണമേ. സമാധാനദൂതൻ മുഖേന നിന്റെ പരിശുദ്ധന്മാരുടെ സൗഭാഗ്യഭവനങ്ങളിലേക്ക് ദാസികളെ നയിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, നിന്റെ ദാസിമാരുടെ കർമ്മോട് കരുണ ചെയ്യണമേ. കാരുണ്യവാനാദിയിൽ വിശ്വസിച്ചവളായ ഈ സന്യാസികളെ രക്ഷിച്ചുകൊള്ളണമേ. കൃപയുള്ളവനാദിയമേ, സന്യാസികളെ നിന്നേറ്റ് പറയും, നിന്റെ ശ്രീവായെ വന്ദിക്കുകയും നവജീവന്റെ ചാരമാതിരി ശരീരങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തിട്ടുള്ളവരെ നീ ഉപേക്ഷിക്കരുത്. ദയാലുവായ ദൈവമേ, മാമോദീസ മൂലം
നീ നൽകിയ പ്രകാശവസ്ത്രവും നൂറുകൊണ്ട് മുദ്രയും ഈ സിംഹാസനങ്ങളിൽ നിന്നും എടുത്തു കളയരുത്. എന്നിട്ടും ദാരിദ്ര്യം അനുസരണം എന്നീ വ്രതങ്ങളാൽ എനിക്ക് പൂർണ്ണമായി സമർപ്പിതമായിരിക്കും. ഈ സന്യാസിനികളെ നീ തള്ളിക്കളയരുത്. നിന്റെ രാജ്യത്തിലുള്ള വാസത്തിൽ നിന്നും ദൂരെ അകറ്റിക്കളയുന്നു. ആ കഠിന ശബ്ദം കേൾക്കുവാനിടയാകരുത്. രണ്ടാം മരണം അനുഭവിക്കുവാനും ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന് പറയുന്ന ശബ്ദം കേൾക്കുവാൻ കർത്താവേ സന്യാസികളുടെ സന്നദ്ധിയാകരുത്. ഈ മരണം വിശ്വാസികൾക്ക് ഒരു ഉറക്കം മാത്രമാണല്ലോ. കർത്താവേ മറവ് കൂടാതെ ഇവർ ചെയ്തിട്ടുള്ള തെറ്റുകള് ഇപ്പോൾ നീ പരിഹരിക്കണമേ. നിന്റെ രക്ഷയുടെ തുറമുഖത്ത് ബുദ്ധിമതികളായ കന്യകമാരുടെ ആത്മാക്കളുടെ കൂട്ടത്തിൽ കർത്താവേ സന്യാസികളെയും ക്രമീകരിക്കണമേ. ഇവർക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്ന പാപികളായ ഞങ്ങളെ നല്ല നടപടികൾക്കും വിശുദ്ധമായ പെരുമാറ്റങ്ങൾക്കും ശക്തി നൽകി സഹായിക്കണമേ. പാപരഹിതമായ നിര്യാണത്തിനും ശുഭമായ അന്ത്യത്തിനും ഞങ്ങളെ ഒരുക്കണമേ. വായുമണ്ഡലത്തിലെ ഉദ്രവകരങ്ങളായ എതിർപ്പുകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ കരുണയും ചിറകളുടെ കീഴിൽ ഞങ്ങളെ രക്ഷിക്കുകയും ദുഃഖങ്ങളുടെ നിലനിൽപ്പുകളില്ലാത്ത നിന്റെ സന്തോഷ ഭവനങ്ങളിലേക്ക് ഞങ്ങളെ ആനയിക്കുകയും ചെയ്യണമേ. ഈ ലോകം അവസാനിക്കുകയും ലോകം ആരംഭിക്കുകയും ചെയ്യുന്ന അവസാനത്തേതുമായ ആ മഹാദിവസത്തിൽ എല്ലാവർക്കും അനുഭവയോഗ്യമാകണമേ. നിന്റെ ദർശനത്താൽ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ വലതുഭാഗത്ത് ഞങ്ങളെ പന്തിരിക്കണമേ. നിന്റെ ഞങ്ങളെ മേയിച്ചുകൊള്ളണമേ. നിന്റെ പെരുന്നാൾ ആഘോഷത്തിൽ അണഞ്ഞിര നിൽക്കുന്നവരായ എല്ലാവർക്കും സംഘത്തോടും കൂടെ ഞങ്ങളെ നിർത്തണമേ. നിന്റെയും കാരുണ്യവാനാം നിന്റെ പിതാവിന്റെയും വിശ്വാസങ്ങളെ ദീപിക്കുന്ന പരിശുദ്ധാത്മാവിന്റെയും കൃപയാലും മനുഷ്യ സ്നേഹത്താൽ നിന്റെ ഭവനത്തിലെ സമൃദ്ധി ഞങ്ങളെ പോഷിപ്പിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നിന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാവങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലേക്ക് നാം പ്രാപിക്കട്ടെ. വേദന തിങ്ങും വാക്കുകളാൽ ജഗത്താവിൻ ആത്മജോടെ ആനോടവളോടി കന്യകത്തിൽ ഭൂഷണമായി തീരും കണ്ണീരിനെ ഞാൻ വർഷിച്ചിടട്ടെ. കർത്തനിക്കുത്തരമാരുളും മണവാള കേട്ടിടും. അനുഗ്രഹപ്പെടുന്ന കുടുംബത്തിൽ നിന്നും വദനി സന്യാസിനി സമൂഹത്തിൽ നിന്നും നമ്മുടെ കൂട്ടായ്മയിൽ നിന്നും കർത്തൃശ്വനിലേക്ക് കടന്നുപോയ ബഹുമാനപ്പെട്ട സിസ്റ്റർ അസുന്ദയുടെയും സിസ്റ്റർ ഈഡിത്തിൻ്റെയും ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരുടെ വേർപാട് നിൽക്കുന്ന കുടുംബാംഗങ്ങളോടും സമൂഹാംഗങ്ങളോടുമുള്ള അനുശോചനം അറിയിക്കുവാനുമാണല്ലോ നാം ഏവരും ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏവരുടെയും പേരിൽ ഞങ്ങളുടെ വ്യക്തിപരമായ പേരിൽ കുടുംബാംഗങ്ങളോടും സമൂഹാംഗങ്ങളോടും ഇവരുടെ ശുശ്രൂഷ ഏറ്റുവാങ്ങിയ എല്ലാവരോടുമുള്ള അനുശോചനം അറിയിച്ചുകൊള്ളുന്നത്. ഇവർ രണ്ടുപേരും ധന്യന്മാർ ഇവാനിയസ് പുത്രാപ്പള്ളിയുടെ ആകർഷണ വലയത്തിൽ വന്നിട്ടുള്ളവരാണ്.
സിസ്റ്റർ അസുന്ദ കാവാലത്ത് ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ കന്യന്മാർ ഇവാനിയസ് മെത്രാപ്പൊലീത്ത മലങ്കരയുടെ പരിധിക്കും യാഥാർത്ഥ്യമായ ആ കാലഘട്ടത്തിൽ ഇവരുടെ ഇടവകയിലേക്ക് കടന്നു ചെല്ലുകയും അവിടെ മലങ്കരയുടെ പുതിയ ദൗത്യം സുവിശേഷവൽക്കരണവും സഭൈക്യവും നിറവേറ്റുകയാണ് ദൗത്യം എന്ന് കാവാലം സെന്റ് ലിസ്യു ദേവാലയത്തിൽ പ്രസംഗിച്ചപ്പോൾ ഒരു കൊച്ചുകുഞ്ഞായിരുന്നു കൊണ്ട് അതെല്ലാം സശ്രദ്ധം ശ്രമിക്കുകയും ആ പ്രദേശത്ത് നിന്ന് ആ കുടുംബത്തിൽ നിന്ന് തന്നെ ആദ്യമായി സിസ്റ്റർ എതിരയിലേക്ക് കടന്നു വരികയും പിന്നീട് കുടുംബ അംഗങ്ങളായ മറ്റ് സഹോദരിമാരെ ബഹുമാനപ്പെട്ട സിസ്റ്റർ ലിൻഡ, സിസ്റ്റർ കാതറിൻ, സിസ്റ്റർ ക്ലെയർ, സിസ്റ്റർ അന്റോണിയ, അതേപോലെ തിരുവനന്തപുര സന്യാസിനിയായ സിസ്റ്റർ ടെസ്സി, കൊല്ലംപറമ്പിൽ ജോസഫ് ചെൽസിയുമായി ഇവരെല്ലാം ദൈവവേലയ്ക്കായി നിയോഗിക്കുവാനുള്ള പ്രധാന കാരണം ഈ സിസ്റ്ററാണ്. സിസ്റ്റർ എപ്പോഴും പറയുമായിരുന്നു അറിവാനേശ്വരനെ കാവാലത്ത് വരുന്ന ആ കാലഘട്ടം. പ്രായത്തിൽ മൂത്തത് സിസ്റ്റർ അസുന്ദയാണ്. 1933 സിസ്റ്ററിൻ്റെ ജനനം. സിസ്റ്റർ ഈഡിത്ത് 1937 ജനിച്ചത്. സിസ്റ്റർ ഈഡിത്തിൻ്റെ കുടുംബവും അതേപോലെ തന്നെ ചേപ്പാട് പ്രദേശത്ത് മൺമറഞ്ഞ മഹാരാജനായ ഫിലിപ്പോസ് റമ്പാച്ചൻ പ്രവർത്തിക്കുന്ന ആ കാലഘട്ടത്തിൽ പണിക്കപ്പടിക്കൽ കുടുംബം രാമപുരം പ്രദേശത്ത് സഭയ്ക്കും സമൂഹത്തിനും നൽകിയ സഹകരണവും പ്രോത്സാഹനമൊക്കെ നന്ദിയോടെ ഓർക്കുകയാണ്. അത് കണ്ട് വളർന്നു വന്ന സിസ്റ്ററിനും ബദനിയിൽ പ്രത്യേകിച്ച് നമ്മുടെ അങ്ങേറോടുള്ള സ്കൂളിൽ പഠിക്കുവാൻ കിട്ടിയ ആ സാഹചര്യത്തിലും ഒക്കെ സമർപ്പണ ജീവിതത്തോടുള്ള ആ ആഭിമുഖ്യത്തിൽ കടന്നു വരികയും രണ്ടുപേരും ഒരു ബാച്ചുകാരാണ്. രണ്ടുപേരും ഒന്നിച്ച് ആദ്യത്തെ പ്രൊഫഷൻ ബെനഡിക്ട് മാർ ഗ്രിഗോറിയസ് തിരുമനസിന് മുമ്പാകെ 1960 നിർവഹിച്ചുകൊണ്ട് ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം ഈ വ്രതത്രയങ്ങളിലൂടെ മുൻപോട്ട് നിങ്ങളത്തിന് സമർപ്പിച്ചു വ്യക്തിക്കുന്നതാണ്. രണ്ടുപേരും അധ്യാപികമാരായി സേവനമനുഷ്ഠിച്ചു. മിസ്റ്റർ അസുന്ദയെ സംബന്ധിച്ചിടത്തോളം തയ്യൽ അധ്യാപികയായി കുഞ്ഞുങ്ങൾക്ക് പുതിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാൻ, പഠിപ്പിക്കുവാൻ, അവരെ അച്ചടക്കത്തോടെ കൊണ്ടുപോകുവാൻ, അവരുടെ ഭാവി ലക്ഷ്യമാക്കി പ്രവർത്തിക്കുവാനൊക്കെ സഹായിച്ച ഒരു വ്യക്തിത്വമാണ്. ചാലക്കുടി സെൻറ് ജോസഫ്സ് കോളേജിൽ നിന്നും ആ സ്കൂളിൽ നിന്നും പരിശീലനമൊക്കെ സിസ്റ്റർ നേരത്തെ നേടിയിരുന്നു. പോൾട്രിയിലൊക്കെ പ്രത്യേക പരിശീലനം നേടിയിരുന്ന സിസ്റ്റർ നമ്മുടെ മഠങ്ങളിലും അതുപോലെ എല്ലാവരെയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്തുകൊണ്ട് ജീവിച്ച ഒരു വ്യക്തിത്വമാണ്. സിസ്റ്റർ ഈഡിത്തിനെ സംബന്ധിച്ചിടത്തോളം പഠിക്കുവാൻ ലഭിച്ച അവസരങ്ങളൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലും പിന്നെ അമേരിക്കയിൽ ഓൾറെഡി ഓഫ് നാഷണൽ കോളേജിലൊക്കെ പഠിച്ചു. ന്യൂയോർക്കിൽ ബേർക്ലി കോളേജിൽ നിന്നാണ് ബിഎഡ് എടുക്കുന്നത്. ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം അധ്യാപികയായി, പ്രഥമാധ്യാപികയായി ചെങ്ങന്നൂർ പ്രവർത്തിക്കുന്ന ആ കാലഘട്ടം ഞാൻ കേരള കാത്തലിക് സ്റ്റുഡൻസ് ലീഗുമായി ബന്ധപ്പെട്ട് പോകുന്ന ഒരവസരമാണ്. അന്ന് മുതൽ സിസ്റ്ററുമായിട്ട് കൂടുതൽ അടുത്തു വരുവാനും സിസ്റ്ററിൻ്റെ സഹോദരൻ ജോൺ സാറുമായും ആ കുടുംബവുമായും ഒക്കെ അടുത്തിടപെടുവാനും എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ സിസ്റ്റർ അസുന്ദയുടെ കുടുംബത്തിൽ നിന്നുള്ള സഹോദരിമാർ ലിൻഡയൊക്കെ മദ്രാസിൽ പ്രവർത്തിച്ച ആ കാലഘട്ടത്തിൽ കുടുംബാംഗങ്ങളെയൊക്കെ പരിചയപ്പെടുവാനും സിസ്റ്റർ അസുന്ദയുമായി അടുത്തിടപെടുവാനും ഇടയായി. കന്യാകുമാരിയിൽ സിസ്റ്റർ പ്രവർത്തിക്കുന്ന അവസരത്തിൽ നമ്മളൊക്കെ സിസ്റ്ററിനെ അമ്മായി എന്നാണ് വിളിക്കുന്നത്. ഇവരെല്ലാവരും അങ്ങനെയാണ് അമ്മായി എന്നാണ് സിസ്റ്ററെ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാനും അമ്മായി എന്ന് വിളിക്കാൻ തുടങ്ങി. അത് വലിയ സന്തോഷമായി സിസ്റ്ററിന്. ഇവിടെ വരുമ്പോഴും രോഗാവസ്ഥയിൽ കിടക്കുമ്പോഴും ഒക്കെ ഞാൻ അമ്മായി എന്നെ വിളിക്കാറുണ്ട്. അപ്പോഴത്തെ ആ സന്തോഷം ഏറെ വലുതായിരുന്നു. ഇവർ രണ്ടുപേരും ഉന്നതമായ നിലവാരം പുലർത്തിയ ആളുകളാണ്. സിസ്റ്റർ ഈഡിത്തിനെ സംബന്ധിച്ചിടത്തോളം 4 ബാച്ചുകാർക്ക് പരിശീലനം കൊടുക്കുവാൻ കഴിഞ്ഞ ഒരു വ്യക്തിത്വമാണ്. അവരെക്കുറിച്ചെല്ലാം വലിയ അഭിമാനമാണ് സിസ്റ്ററിന്. അവർക്കും അതുപോലെ തന്നെ വലിയ അഭിമാനമായിരുന്നു.
രോഗാവസ്ഥയിൽ പെരുമ്പുഴയിൽ വരുമ്പോൾ ഇവിടെ 4-5 അമ്മയുടെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അവരൊക്കെ കൃത്യമായ ശ്രദ്ധ കൊടുക്കുമായിരുന്നു. അപ്പോൾ അവിടെ വന്ന് കുറേ കഴിയുമ്പോഴത്തേക്കും നല്ല ആരോഗ്യം ലഭിക്കും. ഇന്നലെ വൈകിട്ട് എന്നോട് പറഞ്ഞു കുറുപ്പൊക്കെ കുടിക്കുന്നുണ്ട്, കുഴപ്പമില്ല എന്നാണ് കാണാൻ വന്നപ്പോൾ പെരുമ്പുഴയിൽ നിന്ന് ഒക്കെ എന്നോട് പറഞ്ഞത്. പക്ഷേ രാവിലെ ആയപ്പോഴേക്കും കാര്യം ഗൗരവമായി മാറി എന്നുള്ളത് അറിയുന്നു. നമ്മളാരെയും ലോകത്തിൽ ശാശ്വതമില്ല. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ അസുഖത്തെ കണ്ടതാണ്. ഇവരുമായിട്ടൊക്കെ എനിക്ക് അടുത്ത ഒരു ബന്ധം എപ്പോഴും ഉണ്ടായിരുന്നു. അവർക്കും അതുപോലെ തന്നെ അങ്ങനെ ഒരു നല്ല ചൈതന്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത ഈ സഹോദരികൾ സമൂഹത്തിനും സഭയ്ക്കും മനുഷ്യരാശിക്കുമൊക്കെ ചെയ്തു കൊടുത്ത ആ ശുശ്രൂഷകൾ ഏറെ വലുതാണ്. ആ കാരണത്താൽ എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൽ ഒരു ബാച്ചിൽപ്പെട്ട 2 സഹോദരികൾ ഒരേ സമയത്ത് ഏതാണ്ട് അരമണിക്കൂർ വ്യത്യാസത്തിലാണ് രണ്ടുപേരും മരിക്കുന്നത്. ഒരാളുടെയും ഒരാൾ പെരുമ്പുഴയും. ആ ഒരു മരണത്തോടു കൂടി അവർ ഐക്യപ്പെട്ട് ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് പോവുകയാണ്. അതിൽ നിന്നും അകന്നു പോകുന്ന 2 സഹോദരികളെ അല്ല നാം കാണേണ്ടത്. ഇവർ രണ്ടുപേരും നമ്മുടെ മഠത്തിൽ എങ്ങനെ ആയിരുന്നുവോ അതുപോലെ സ്വർഗീയ ഭവനത്തിൽ പിതാവായ ദൈവത്തോട്, പുത്രനായ ദൈവത്തോട്, പരിശുദ്ധാത്മാവായ ദൈവത്തോട് യോജിച്ചു നിന്നുകൊണ്ട് ആ ഐക്യത്തിൻ്റെ ശുശ്രൂഷ, സ്നേഹത്തോടുള്ള ശുശ്രൂഷയിലൂടെ മറ്റുള്ളവർക്ക് സൗലഭ്യമാക്കി കൊടുക്കുവാൻ, അവരെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി നമുക്ക് മുമ്പായി സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ സഹോദരികളെ സഭയ്ക്ക് നൽകിയ കുടുംബാംഗങ്ങൾ 2 കുടുംബാംഗങ്ങളെയും പ്രത്യേകിച്ച് നന്ദിയോടെ ഓർക്കുന്നു. കുടുംബത്തിൽ നിന്ന് കടന്നുപോയിട്ടുള്ളവരുടെ ആത്മാക്കൾക്ക് ദൈവം നിത്യശാന്തി നൽകട്ടെ. നിങ്ങളെല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബദിനെ സന്യാസിനെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, തിരുവനന്തപുരം പ്രോവിൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ അമ്മയുടെ 2 പേരുടെയും വേർപാട് സീനിയർ മെമ്പേഴ്സ് എന്നുള്ളതിനെയും സമൂഹത്തെ ശക്തിപ്പെടുത്തിയവരെന്നുള്ളതിനെയും പ്രാർത്ഥനയിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ദൈവത്തെ മഹത്വപ്പെടുത്തിയവരെന്നുള്ള നിലയിൽ 2 പേരും ഒന്നിച്ച് യാത്രയാകുമ്പോൾ നിങ്ങൾക്കുള്ള ആഘാതം മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾക്കൊരു കാര്യത്തിൽ പ്രത്യേകമായി നന്ദി പറയാൻ, ദൈവത്തെ സ്തുതിക്കാൻ. ഇവർ 2 പേർക്കും എപ്പോഴും എന്താവശ്യമുണ്ടെങ്കിലും അതൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് ഒരു കുറവുമില്ലാതെ ഇവർ 2 പേരെയും നിങ്ങൾ നോക്കി. അവർ രാജകൊട്ടാരത്തിൽ വസിക്കുന്നു, രാജകുമാരികളെ പോലെ ജീവിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഇവരെ രാജകീയമായ രീതിയിൽ വളർത്തുകയും പരിശീലനം നൽകുകയും സമർപ്പിതരാക്കുകയും വാർദ്ധക്യ കാലഘട്ടത്തിൽ ആയിരുന്നപ്പോഴും അവർക്ക് വേണ്ട ശുശ്രൂഷയെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്ത നിങ്ങളെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. നിങ്ങളോടുള്ള നന്ദി അറിയിക്കുകയാണ്. അങ്ങനെയുള്ള ഈ ശുശ്രൂഷയാണ് നമ്മുടെ ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കുന്നത്. മറ്റുള്ളവർ നമ്മുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അവർക്കൊക്കെ എന്ത് സന്തോഷമാണെന്നറിയാം. ഇങ്ങനെയുള്ള സിസ്റ്റേഴ്സിൻ്റെ രോഗാവസ്ഥയിലൊക്കെ നമ്മുടെ ഏത് ഗുണമായിക്കൊള്ളട്ടെ, അവിടെയൊക്കെ അവർക്ക് പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട്, അവർക്ക് ശുശ്രൂഷ കൊടുത്തുകൊണ്ട്, പ്രത്യേകിച്ച് പെരുമഴ പോലെയുള്ള നമ്മുടെ സ്ഥലങ്ങൾ, കൃഷ്ണഗിരി പോലെയുള്ള സ്ഥലങ്ങൾ, അവിടെയൊക്കെ ഈ കടന്നു വരുന്നവരെ രോഗികളായിട്ടല്ല, അവരെ എന്ത് രീതിയിൽ സഹായിക്കാമോ അങ്ങനെയുള്ള സഹകരണമൊക്കെ നൽകിക്കൊണ്ട് നൽകുന്ന ഈ ശുശ്രൂഷ ഏറെ ശ്ലാഘനീയമായ ഒന്നാണ്. 3 നോയമ്പ് അവസാനിച്ചു. ഈ വലിയ നോയമ്പിന് വേണ്ടി നാം ഒരുങ്ങുകയാണ്. ഈ അവസരത്തിൽ തമ്പുരാൻ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം. ഈ സഹോദരികൾ സ്വർഗീയ ഭവനത്തിലായിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥത അപേക്ഷിക്കുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ 2 പേരും ഒന്നിച്ച് ആശീർവാദം നൽകുന്നതായി. ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവിടുത്തെ ഉന്നത സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയും ആക്കി തീർക്കണമേ. ഓശോ ഓവൽസഭാൻ പ്രവർത്തിയും ആണ്. അഭിമന്യ ജോഷമാലിന്യാസ് പിതാവേ, അഭിമന്യ തെരൂഷ് പിതാവേ, വന്യവൈദികരെ, പ്രത്യേകിച്ച് പത്തനംതിട്ട പ്രോവിൻസിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, വിവിധ മഠങ്ങളിൽ നിന്നായിരിക്കുന്ന സിസ്റ്റേഴ്സ്,
SH കോൺവെന്റിൽ എത്തിയ സിസ്റ്റേഴ്സ്, കുടുംബാംഗങ്ങൾ, മറ്റ് അഭ്യുദയകാംക്ഷികൾ, ബന്ധുമിത്രാദികളെ, ബഥനിയുടെ ചരിത്രത്തിൽ അവിസ്മരണീയമായ ഒരു ദിനം സമ്മാനിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട 2 സഹോദരിമാർ, അവരെ പ്രാർത്ഥനാപൂർവം സ്വർഗത്തിലേക്ക് യാത്രയാക്കാനായി ആദിത്യ ശുശ്രൂഷയ്ക്ക് തന്നെ കടന്നു വന്ന നമ്മളുടെ പ്രിയപ്പെട്ട പിതാക്കന്മാരും, ബഥനിയുടെ ഏതൊരവസ്ഥയിലും സന്തോഷത്തിലും സന്താപത്തിലും പ്രത്യേകിച്ച് മലങ്കരയിലെ പിതാക്കന്മാര് എപ്പോഴും ബഥനിക്ക് താങ്ങും തണലുമായിട്ട് എപ്പോഴും ഞങ്ങളോട് കൂടെയുണ്ട്. ഈ ഒരു അവസരത്തിലും എന്നത്തേക്കാൾ ഉപരിയായി വേദനയുടെ തളം കെട്ടി നിൽക്കുന്ന ഈ നിമിഷത്തിന് ഞങ്ങളെ ആശ്വാസവചനങ്ങൾ കൊണ്ട് ഞങ്ങളെ ബലപ്പെടുത്തുകയും ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രത്യേകമായിട്ട് അനുശോചന സന്ദേശം അറിയിക്കുകയും ചെയ്ത് ഞങ്ങളെ ബലപ്പെടുത്തി. പ്രത്യേകിച്ച് മദറിന്റെ സാന്നിധ്യത്തില് ഇവിടെ ആയിരിക്കുന്ന ഏവരുടെയും പേരില് അഭിമന്യ ജോഷുവ ഇഗ്നാറ്റ്യൂസ് പിതാവിനും തെയോഡേഷ്യസ് പിതാവിനും ഏറ്റവും ഹൃദയംഗമായ നന്ദി അർപ്പിക്കുന്നു. ഒപ്പം ഈ ശുശ്രൂഷയിലായിരുന്ന വൈദികരെയും ഇവിടേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട എല്ലാ സിസ്റ്റേഴ്സിനെയും, ബന്ധുമിത്രാദികളെയും, സഹോദരങ്ങളെയും, ഞങ്ങളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഞങ്ങളുടെ അഭ്യുദയകാംക്ഷികൾ ഓരോരുത്തരെയും നന്ദിയോടെ ഓർക്കുന്നു. തുടർന്നും ഈ സഹോദരിമാരെ പ്രാർത്ഥനയിൽ ഓർക്കുകയും ഞങ്ങളെ പ്രാർത്ഥന കൊണ്ട് ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. ഏവർക്കും നന്ദി. സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മുടെ ഈ കൂട്ടായ്മയിൽ നിന്ന് 2 സന്യാസികൾ വിശുദ്ധ ജീവിതം ഇവിടെ നയിച്ച് ദിവസത്തിലേക്ക് യാത്രയായിരിക്കുകയാണ്. ഇവിടെ പല വർഷങ്ങൾ നമ്മോടൊപ്പം ജീവിക്കുകയും ജീവിതത്തിന് സന്യാസ ജീവിതത്തിന് സാക്ഷ്യം നൽകുകയും ചെയ്ത മഹത്വങ്ങളാണ്. ഇവരുടെ പുണ്യ ജീവിതം നാം നമ്മുടെ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ നാം മനസ്സിലാക്കുകയും ഇവരുടെ പ്രത്യേകമായിട്ടുള്ള പുണ്യങ്ങളെ നാം മനസ്സിലാക്കി ബഹുമാനിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ 2 പേരും നിത്യസമ്മാനം വാങ്ങിക്കുവാനായി ദൈവസന്നിധിയിലേക്ക് യാത്രയായപ്പോൾ നിശബ്ദരായിരുന്നുകൊണ്ട് നമ്മെ അവർ ഓർമ്മപ്പെടുത്തുന്നു. ഞങ്ങൾ നല്ലൊരു ജീവിതം, ഈ സന്യാസ ജീവിതം, അതും മാറിവാന്യസ്ഥാപന സ്ഥാപിതമായ ബഥനിയിൽ അതിൻ്റെ കാര്യസ്ഥനുസരിച്ച് ഞങ്ങൾ ജീവിച്ചു. ഞങ്ങൾ ജീവിച്ച ജീവിതം കുറച്ചൊരു കുറവുകളുണ്ടെങ്കിലും അതിനേക്കാളെല്ലാം ശ്രേഷ്ഠമായി ആത്മാർത്ഥതയോടെ ജീവിക്കാൻ ഞങ്ങൾ പരിശ്രമിച്ചു എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അവരുടെ ജീവിതത്തെ കുറിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ പല പുണ്യങ്ങളും ഉടമകളുമാണെന്ന് ഈ പുണ്യം ഇവിടെ അസ്തമിക്കാതെ നമ്മോടൊപ്പം ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ഇവരുടെ മരണം നമ്മുടെ ഈ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വേദന നിറഞ്ഞ ഒരു അനുഭവം തന്നെ. ഇവരുടെ കുറവ്, അതായത് ഇവരുടെ സാന്നിധ്യത്തിൻ്റെ കുറവ് നമുക്ക് നിവർത്തുവാൻ പറ്റുന്ന ഒന്നല്ല. എന്നാലും അവരുടെ ജീവിതത്തിൻ്റെ മഹത്വം നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും. അവരുടെ പുണ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം, ശ്രമിക്കാം. അവർ വിട്ടുചെല്ലുന്ന ആ നല്ല വഴികൾ നാം നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കുവാൻ പ്രത്യേകമായിട്ട് ശ്രമിക്കാം. പ്രത്യേകമായിട്ടുള്ള ഈ സാഹചര്യത്തിൽ പരിഷാചിൻ്റെ പേരിലും ജീവൻ കോൺഗ്രസിൻ്റെ പേരിലുമുള്ള എല്ലാവിധമായ അനുശോചനയും നമ്മുടെ സഹോദരികൾക്ക് ഞങ്ങൾ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് വളരാം. മാർഗനിഷ്ഠാവ് നമുക്ക് തന്ന ഈ പ്രത്യേകമായിട്ടുള്ള ദൗത്യം ക്യാൻസർ ജീവിക്കുവാൻ ഈ മാതൃക നമുക്ക് എപ്പോഴും കൂട്ടായിരിക്കട്ടെ. മരണത്തിൽ നിന്ന് മരണമുള്ളവരെ സ്വതന്ത്രരാക്കുവാൻ ശരീരപ്രകാരം മരിച്ച നല്ലവനും മരണരഹിതനുമായ കർത്താവേ,
എന്റെ കാരുണ്യത്തിലുള്ള ശരണത്തിൽ ദശലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ ഞങ്ങളുടെ ഈ സഹോദരിമാർക്ക് വേണ്ടി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇവർക്ക് പരിപൂർണമായ ആത്മശാന്തി നൽകണമേ. നിന്റെ രാജകീയ ഭവനത്തിലെ അതിഥിയോടൊപ്പം ഇവരെ ഇരുത്തണമേ. എന്നാൽ ജീവനുള്ളവരും ജീവിപ്പിക്കുന്നവരുമായി നീ നല്ലവനും മനുഷ്യരെ സ്നേഹിക്കുന്നവരുമാകുന്നല്ലോ. ജീവിതകാലം ഞാനവനെ വാഴ്ത്തിയിടും. മനുഷ്യകുലത്തിനു രക്ഷയുമില്ല. ഹല്ലേലൂയ. വീണിട്ടൊരാത്മ ഭൂമിയിൽ തിരികെ വരും. വാഴ്ത്തുമോ എന്റെ ശരീരം ഭക്ഷിച്ചും എന്റെ തമ്പാലം ചെയ്തും എന്നിൽ വിശ്വാസമിരുന്നും എന്നിലും അവനിൽ ജ്ഞാനമെഴും. അവസാനത്തിലെ ജ്ഞാനമനെ എഴുന്നേൽപ്പിക്കും എന്നേവം അരുളി ചെയ്തൊരു ദേവേശ ദാസിക്കുദ്ധാനം നൽകുക. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മനുഷ്യരെയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരായി തീരണമേ. ഭാഗ്യമോദിയായ സൃഷ്ടാവും നാശത്തെ വിതയ്ക്കപ്പെട്ട പരേതരെ നാശമില്ലാതെ ഉയർപ്പിക്കുന്ന യഥാർത്ഥ പുനരുദ്ധാരവുമായ കർത്താവിന് സ്തുതി. ചിതറിയവരും ബലഹീനരുമായ ആസ്തികളെ ശക്തി ധരിപ്പിക്കുന്നവരും ആത്മാക്കളെ അവകാശമുള്ള ശരീരങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നവരും അപമാനകരമായ അവസ്ഥയിൽ പ്രാപിച്ചവരും മഹിമയെ കൽപ്പിക്കുന്നവരുമായ തനിക്ക് തന്റെ ദാസിമാരുടെ ശവസംസ്കാര നിർവഹിക്കുന്ന സമയത്തും സ്ഥല പെരുന്നാളുകളിലും നേരങ്ങളിലും സമയങ്ങളിലും നമ്മുടെ ആയുഷ്കാലങ്ങളിലും സ്ത്രീയും ബഹുമാനവും ആരാധന നിലയ്ക്ക് യോഗ്യമാകുന്നു. ഓശോ കുലുസുബാലി കഴിഞ്ഞു പോകുന്നതും മരണത്തിനധീനവുമായ ഞങ്ങളുടെ സ്വഭാവത്തിന്റെ നിർമ്മാതാവേ ആശ്രയമേ നീതിമാന്മാരുടെ പ്രത്യാശയമേ ശരീരത്തിലിരിക്കുന്നവരുടെയും ശരീരത്തിൽ കുഞ്ഞുപോയവരുടെയും ആത്മാക്കളും ശരീരവും നീ മൂലമാണല്ലോ നിലനിൽക്കുന്നത്. എല്ലാവരുടെയും രക്ഷിക്കുന്ന സഹായകരമായി നീ മുൻകൂട്ടിയിരുന്നവയുമാണല്ലോ. ജീവിതത്തിൽ ഓരോരുത്തർക്കും പ്രയോജനമുള്ളവയെന്നും എപ്പോഴാണ് ഓരോരുത്തരുടെ വാങ്ങിപ്പോകുന്നതെന്നും നീ അറിയുന്നല്ലോ. നിന്റെ പരിപാലനമായ തീർപ്പുകളും നിന്റെ നീതികളക്കാരനുസരിച്ച് ഈ ആത്മാക്കളെ ദയാലുമയുടെയും ആത്മകരുണയുടെയും സമൃദ്ധിയനുസരിച്ച് നീ സ്വീകരിക്കണമേ. മറുലോകത്തിലേക്കുള്ള ഭയാനകമായ പ്രയാണത്തിൽ നേരിടാവുന്ന പ്രതികൂല സ്ഥിതികളിൽ വിടുവിച്ച് ഈ ആത്മാക്കളെ യാത്രയെ നാം പ്രശാന്തമായ പല കൈകളാണമേ.
ഈ ഭൂമിയിൽ ജീവനോടെ ഇരിക്കുന്നതും പാർക്കുന്നതും ഒരു നിമിഷം മാത്രമാണെന്നിരുന്നാലും സ്ത്രീയിൽ ജനിച്ചവരല്ലാത്തവൻ ഒരുവൻ പോലുമില്ലാത്തതിനാൽ മനസ്സുകൂടാതെയും മറുകൂടാതെയും ഈ സന്യാസിമാർക്കുള്ള സകലതെറ്റുകളും കുറവുകളും അളവില്ലാത്തതിൽ ക്ഷമിക്കുകയും ഇവരോട് മോചിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ പൊടിയാണെന്നും പാപത്തിൽ പൊടിയവരാണെന്നും ഓർത്ത് എല്ലാവരോടും കരുണയുള്ളവരുമായ കർത്താവേ, ഹൃദയപൂർവ്വമായ ദുഃഖത്തോടുകൂടി ഞങ്ങൾ ലഭിക്കുന്നതിനാൽ നിത്യതയും സ്നേഹസമണമാകുകയും ഈ സന്യാസിമാരുടെ ആത്മാക്കളോട് നീ കാണിക്കണമേ. പ്രകാശത്തിന്റെ വാസസ്ഥലങ്ങളിലുള്ള സ്വർഗീയ വിശ്രമ കേന്ദ്രങ്ങളിലും സ്വർഗത്തിലെപ്പെട്ടിരിക്കുന്ന സഭയിലും വസിക്കുവാൻ സംഗതിയാക്കണമേ. നിർവ്യാജമായ വാക്കുകളനുസരിച്ച് പരിശുദ്ധമായ സ്വർഗത്തിന്റെ 4 കോണുകളിൽ നിന്ന് നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ശക്തിയിലും വലിയ മോത്തത്തിലും ആകാശമേഖലകളിൽ നീ യാതനാവുകയും ജീവദായകമായ ശബ്ദത്താൽ കവറുകളോട് നിൽക്കുകയും ചെയ്യുമ്പോൾ ഇന്ന് ഞങ്ങളെ പതിവുമായിപ്പോയവരും വേർപെട്ടുപോയവരുമായ സന്യാസിമാരെ കർത്താവേ, നിന്റെ കരുണയോടെ നീ ഓർക്കണമേ. നിന്റെ ഭയങ്കരന്യായാസനമുമ്പാകെ ഞങ്ങൾ നീതിമാർഗത്തിൽ വെളിപ്പെടുമ്പോൾ ഇവരുടെയും ഞങ്ങളുടെയും ദുഷ്കൃത്യങ്ങളെ നിന്റെ കരുണാവരണം ചെയ്യണമേ. നിന്റെ പരിശുദ്ധ കരങ്ങളാൽ ഞങ്ങളെ നീ രൂപപ്പെടുത്തി കർത്താവേ, നിന്റെ ഛായയിലും സാദൃശ്യത്തിലും ഞങ്ങളെ നീ സൃഷ്ടിച്ചു. ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയപ്പോൾ നിന്റെ ശരീരവും ഞങ്ങളിൽ നീ കടത്തി നിന്റെ പരിശുദ്ധ പീഡാനുഭവങ്ങളാൽ ഞങ്ങളെ നീ രക്ഷിച്ചു. ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും നീ വിധിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കും ജനിച്ചിട്ടുള്ള സകലർക്കും ദുരിതം തന്നെ. നല്ലവനെ ക്ഷമിക്കണമേ, കാരുണ്യവാനെ ദയചെയ്യണമേ. നിന്റെ മുമ്പാകെയുള്ള എല്ലാ ലജ്ജയിൽ നിന്നും അവമാനത്തിൽ നിന്നും വരുവാനിരിക്കുന്ന ദണ്ഡനങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കരയുന്നവരെ ആശ്വസിപ്പിക്കണമേ. പാപങ്ങളാൽ ദുഷ്പ്രവൃത്തികളാൽ വല്യമാക്കപ്പെട്ടവർക്ക് ആക്ഷേപം കൂടാതെയുള്ള ദൈവം നിയാഗതനാകുന്ന ദിവസത്തിൽ നിന്റെ മുഖപ്രസന്നതയും പ്രദാനം ചെയ്യണമേ. എന്തെന്നാൽ നീ എല്ലാവരോടും ദയുള്ളവരുമായ ദൈവമാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കൃതജ്ഞതയും ആരാധനയും ഇപ്പോഴും എല്ലാ സ്നേഹത്തിലേക്കും കരയേറ്റും. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് വരിക പാപം മോചനവും 2 ലോകങ്ങളിലും നാം പ്രാപിക്കുമാറാകട്ടെ.
മക്കളിൽ അപ്പൻ കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. So